പിന്നെ ചേട്ടാ ഇത്രയും മനോഹരമായ ഈ വസ്തുക്കൾ ഉണ്ടാകുകയാണ്. ഈ അവാർഡ് എന്തെങ്കിലും ചേട്ടന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്? എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നാഷണൽ അവാർഡ്. നാഷണൽ അവാർഡ്. ഇവിടുത്തെ മൺപാത്രം സ്ഥാപനത്തിൽ ജോലി ചെയ്തതിന് നാഷണൽ അവാർഡ്, രാഷ്ട്രപതിയുടെ അവാർഡ്. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ചേട്ടാ, അതായത് ഈ മെഷീൻ ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ മണ്ണ് ഏതെങ്കിലും രീതിയിൽ മണ്ണ് വെച്ച് ചട്ടി ഉണ്ടാക്കാൻ പറ്റും? ചേട്ടാ ഇപ്പോൾ ഉണ്ടാക്കുന്ന പറ പണ്ടത്തെ നെല്ലിളക്കുന്നത്. ജെസീസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകര തൊഴുക്കലുള്ള കളിമൺ ചെടിച്ചട്ടി നിർമ്മാണ യൂണിറ്റിലാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പഴച്ചെടികളും അലങ്കാര ചെടികളും പച്ചക്കറികളും ഒക്കെ നടാൻ ഉപയോഗിക്കുന്ന ആകർഷകമായ ചെടിച്ചട്ടികൾ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വരൂ. ചേട്ടാ ഈ ചെടിച്ചട്ടി നിർമ്മാണമൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി ചേട്ടാ ഇതിവിടെ? ഫസ്റ്റ് ഇവിടെ ട്രെയിനിങ് ആയിട്ട് 1982 തുടങ്ങിയതാണ്. ഉദ്ഘാടനം. ചേട്ടാ അന്ന് ഇവിടെ ജോലിയുണ്ടോ? അന്ന് എനിക്ക് ട്രെയിനിങ് ആയിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് അത് പോയിട്ട് അതിനുശേഷം 2 കൊല്ലമായപ്പോൾ എനിക്ക് വീണ്ടും ഇവിടെ പണിയായി. വെരി ഗുഡ്. അന്ന് അതായത് ഈ സ്ഥാപനം തുടങ്ങി അന്ന് മുതൽ ചേട്ടന് 38-39 വർഷത്തെ. അപ്പോൾ ഏകദേശം ഒരു 40 വർഷം 40 വർഷം കൊണ്ട് ഈ കളിമൺ ജോലി 40 വർഷമായി. അപ്പോൾ ചേട്ടാ ഇപ്പം എന്താ ചെയ്യുന്നത്? ഈ മണ്ണ് പാകപ്പെടുത്തി മണ്ണ് നമ്മൾ അരച്ചെടുക്കുകയാണ്. അരച്ചെടുക്കും. ഇനി ഈ മണ്ണ് ആണ് നിർമ്മാണം ഉണ്ടാക്കുന്ന ആൾക്കാർ അടുത്ത സെക്ഷനിലേക്ക് കൊടുക്കും. ചേട്ടാ ഈ മണ്ണ് എവിടെ നിന്നാണ് ഇത് എടുക്കുന്നത്? ഈ മണ്ണ് കൊണ്ടുവരുന്നത് നമ്മുടെ നെയ്യാറ്റിൻകര അമരവിള എന്ന് പറയും. നെയ്യാറ്റിൻകര അമരവിള മണ്ണ് കൊണ്ടുവരുന്നത്. ഇതെങ്ങനെ നമ്മൾ പൈസ കൊടുത്തിട്ട്? പൈസ വെച്ചാൽ വൻപിച്ച വിലയാണ്. ലോഡ് മണ്ണിന് 30 രൂപയ്ക്ക് അടുപ്പിച്ച് വരും. 30 എന്ന് വെച്ചാൽ ഒരു ലോഡ് മണ്ണിന് സാധാ ടെമ്പയില്ലേ, ആ ടെമ്പയ്ക്ക് ഇപ്പോൾ ഒരു ടെമ്പ മണ്ണ് കൊണ്ടുവന്നാൽ ഏതാണ്ട് ഒരു 30 രൂപ അടുപ്പിച്ച് 30,000. അതായത് ഒരു ലോഡ് ഈ മണ്ണിന് 30,000 രൂപ. അപ്പോൾ വില കുറച്ചാണ്. അപ്പോൾ ഇത് വലിയ ലാഭം ആയിട്ട് വരാൻ സാധ്യത കുറവാണ്. അതാണ്. അപ്പോൾ 40 വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ചേട്ടൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇത് നമ്മൾ ഈ മണ്ണിനെ അടുത്ത സെക്ഷനിലേക്ക് കൊടുക്കും. അത് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ. ചേട്ടാ ഇത് ഒരു തവണ അരച്ച മണ്ണാണോ? ഇത് ഒരടി അടിച്ചിട്ടിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് അരച്ച് വരുന്ന മണ്ണാണ് ഈ മണ്ണ്. ആ മണ്ണാണ് ചട്ടിക്ക് ഉപയോഗിക്കുന്നത്. ഈ മണ്ണ് ചട്ടിക്ക് 2 തവണ അരിച്ചത്. ഇത് ഒരു തവണ അരിച്ചു വന്നതാണ്. ഇത് ഒന്ന് അരിച്ചിട്ടിരിക്കുന്നു, രണ്ടാമത്തെ വീണ്ടും അരച്ചോണ്ട് വരെയാണ്. ഇനി അവർക്ക് കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ചേട്ടാ, അതായത് ഈ മെഷീൻ ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ മണ്ണ് ഏതെങ്കിലും രീതിയിൽ മണ്ണ് വെച്ച് ചട്ടി ഉണ്ടാക്കാൻ പറ്റും? ഏതാണ്ട് 1-2 സ്ഥലം തൊടുക്ക ഏരിയയിലുള്ളൂ. അവിടെ ചെറിയ മെഷീനുകളുണ്ട്. പക്ഷെ മുൻകാലങ്ങളിൽ മണ്ണിന് ഈ മണ്ണ് പാകപ്പെടുത്തുന്ന വെച്ചാൽ വീട് കൈയും കാലും കൊണ്ടുള്ള പരിപാടിയാണ്. ചവിട്ടി കുഴച്ചാണ്. അപ്പൊ അതൊക്കെ മാറിയിട്ട് അത് ഇത് ഏതാണ്ട് 10-30-35 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ്. അതിനുശേഷം 10-22 കൊല്ലം വരെ ഈ മെഷീൻ ഇറങ്ങി. ചെറിയ യൂണിറ്റ് ആണ്. ഇതിനും ചെറിയ മെഷീനുകളുണ്ടല്ലേ? ഉണ്ട്. ചില വീടുകളിലുണ്ട്. അത് ഈ മണ്ണരിക്കുന്ന മെഷീൻ ചെറിയ മെഷീനാണ്. അതിലിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടവർക്ക്, അതായത് കുറച്ച് വേണ്ടവർക്ക് വേറെ ചെറിയ മെഷീനുകളും ഉണ്ട്. വീട്ടിലുള്ളവർക്ക് ചെറിയ മെഷീൻ.
ഉണ്ടാക്കാൻ വേണ്ടി മണ്ണിട്ട് തുടങ്ങുകയാണ്. ആ ആ ഇതിൻ്റെ ബേസാണ്. അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ മൂന്ന്. അവിടുന്ന് എടുത്ത മണ്ണിനെയാണ് കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുന്നത്. അതെ, ഈ അരച്ച മണ്ണാണ്. അരച്ച മണ്ണ്. ഇത് ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കാം. ഷേപ്പിൽ വേണമെങ്കിൽ ഇപ്പോൾ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കുറേ ഷേപ്പ് ഉണ്ടാക്കി ഇതാവും, ചെടിച്ചട്ടി ആവും. ഇപ്പോൾ ഷേപ്പുകൾ മാറി മാറി വരും. ചേട്ടാ ഇത് എവിടെ നിന്ന് പഠിച്ചെടുത്ത്? ഞാൻ ഇവിടുന്ന് തന്നെ പഠിച്ചു. ഇവിടുന്ന് പഠിച്ച് ട്രെയിനിങ് ഇവിടെ തരും. ഇവിടുന്ന് ഒരു 3 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. ആ 3 മാസത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് പഠിച്ചതിന് ശേഷം ഇവിടെ തന്നെ തുടർന്ന് ജോലി ചെയ്യണം. ഇത് എൻ്റെ സെയിൽ എങ്ങനെയാ ചേട്ടാ? ഇവിടുന്ന് ഇപ്പം പിന്നെ ഈ ആവശ്യക്കാർ കടക്കാരൊക്കെ ഇവിടെ വന്ന് ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്ത് അവരൊക്കെ നമ്മൾ അവരെ പറയുന്ന സ്ഥലത്ത് നമ്മൾ അവർക്ക് പിന്നെ ഇത് നമ്മളിവിടെ ചെയ്ത് അവർക്ക് ഹോൾസെയിലും റീറ്റെയിലും ഇവിടുന്ന് സെയിലും രണ്ടുമുണ്ട്. ഹോൾസെയിൽ ആകുമ്പോൾ വില കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ടെക്നോ പാർക്കിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഈ സർക്കാർ ഓർഡറൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. സർക്കാരിൻ്റെ ഇത് ഗവൺമെന്റിന്റെ സ്ഥാപനമല്ലേ. പിന്നെ ഇപ്പോൾ ഈ കൃഷിഭവന്റെ ഇതിൽ സർക്കാരിന്റെ ഇതിൽ ഈ സബ്സിഡി ഇനത്തില് പിന്നെ ഈ ചെടിച്ചട്ടിയൊക്കെ വീടുകളിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ആ ഓർഡർ നമ്മൾ ഇവിടുന്നാണ് കൊടുക്കുന്നത്. അതെല്ലാം കൂടുതലും ചെടിച്ചട്ടിയാണ്. ഈ ഷേപ്പ് എങ്ങനെ വരുന്ന ചേട്ടാ? ഇത് തന്നെയാണോ? ഇത് നമ്മൾ കൈ കൊണ്ടാണ് എല്ലാം കൈ കൊണ്ടാണ്. ഈ വീല് കറങ്ങുന്ന സഹായം മാത്രം, അത്രേ ഉള്ളൂ. അതെ. ബാക്കി നമ്മൾ ഇത് കംപ്ലീറ്റ് നമ്മൾ കൈ കൊണ്ടാണ്. ചേട്ടാ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മള് കറിച്ചട്ടി ഇവിടെ നിർമ്മാണം ഉണ്ടായിരുന്നു? മീൻകറി കറിയൊക്കെ വെക്കുന്നത് അത് നമുക്ക് ഇവിടെ ചെയ്യുന്നില്ല. ഇവിടെ മെയിനായിട്ട് അത് ഇവിടെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇവിടെ മെയിനായിട്ട് ഇപ്പൊ ചെയ്യുന്നത് ചെടിച്ചട്ടി, ചെടിച്ചട്ടിയുടെ വ്യാപാരം ഇപ്പം വികസിച്ച് വരികയാണ്. കറിച്ചട്ടിയുടെ വ്യാപാരം കുറഞ്ഞും വരികയാണ്. ഇവിടെ ഒരുപാട് ഐറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ല അത് നമ്മൾ കണ്ട് കളിമൺ കൂജയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പൂജ, ഈ വെള്ളം കുടിക്കുന്ന ജഗ്, പിന്നെ നമ്മൾ ഈ ലൈറ്റ് ഇടുന്നില്ലേ, ലാമ്പ് ഷെയ്ഡ്, പിന്നെ ഉരുളി, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നു. ചേട്ടാ ഇപ്പൊ ആ കോല് വെച്ച് നോക്കിയത് അതിന്റെ നീളമാണ്, അതിന്റെ അളവാണ്. ഇത് 10 ഇഞ്ചിന്റെ ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. 10 ഇഞ്ച്. അതിനൊരു അളവുണ്ട്. അളവാണ് ഞാൻ നോക്കിയത്. മനസ്സിലായിട്ട്. ഇത് വലിയ ഒരു കഴിവാണ് ചേട്ടാ, നമുക്കൊന്നും സാധ്യമാവുന്നില്ല. ഇതെല്ലാം നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യത്തക്കതേ ഉള്ളൂ. പക്ഷെ പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ ഒരു സ്കില്ലാണ്. അതെ. മറ്റേ ഈ മോൾഡ് അങ്ങനെയുള്ള ഇതൊന്നുമില്ല, കംപ്ലീറ്റ് നമ്മൾ കൈ കൊണ്ട്. കൈ കൊണ്ടുള്ള നമ്മൾ ഏത് മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഉണക്കാൻ എന്ത് ചെയ്യും? ഉണക്കാൻ നമ്മൾ ഇവിടെ തന്നെ വയ്ക്കും. കാറ്റ് കൊണ്ടാണ് ഉണങ്ങും. അത് എത്ര നേരം, എത്ര ദിവസം? ഈ ചട്ടി വെച്ച് ഇന്നുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും ഒരു സ്റ്റെപ്പ് ജോലിയുണ്ട്. വീണ്ടും ഫിനിഷിങ്ങിന് സമയം. ആ ഫിനിഷിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ആഴ്ച 15 ദിവസം ഉണക്കുണ്ട്. ആ ഉണക്ക് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ചുള്ളയിൽ വെച്ച് ചൂട്. ഇപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞിരിക്കും. ഇനി ഫിനിഷിങ്ങിന് 2 ദിവസം കഴിയും. ഒരു 2-3 ദിവസം കഴിഞ്ഞാലേ ഇത് ഉണങ്ങുള്ളൂ. ചേട്ടാ ഹോളാണ് ഇത് ഹോളാണ് ഇട്ട്. അപ്പൊ ചെടി ഉണ്ടാക്കി ഇതിന്റെ ഹോള് വിട്ട് ഇനി 2 ദിവസത്തേക്ക് ഇത് മാറ്റി വെക്കും. അല്ല, ഇതിനെ ഇനി ഇപ്പൊ എടുത്ത് മാറ്റാൻ പോയി. ഇപ്പൊ തന്നെ എടുക്കാൻ പറ്റും. ഇപ്പൊ തന്നെ എടുത്ത് ഈ പലവയിൽ വെക്കും. എന്നിട്ട് നമ്മൾ പലയിൽ വെച്ച് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞാലേ ഉണങ്ങുള്ളൂ. അപ്പൊ ഇങ്ങനെ എടുക്കും. വെരി ഗുഡ്. ഇനി 2-3 ദിവസം കഴിഞ്ഞ് ഫിനിഷിംഗ് വർക്ക്. അതെ. ഇനി ഇതൊരു 3 ദിവസം കഴിയുമ്പോൾ ഇത് ഉണങ്ങി ഫിനിഷിങ്ങിന്റെ ആ സ്റ്റേജ് എത്തും. ഫിനിഷിംഗ് കഴിഞ്ഞിട്ട് ചൂളയിൽ വെക്കും. അതെ. ഇതാണ് 10 ഇഞ്ചിന്റെ ചെടിച്ചട്ടി നമ്മൾ ഉണ്ടാക്കിയത്. ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇവിടെ ഇതിന്റെ മുകളിൽ ഉണക്കാൻ മുകളിലെ ഇതിന്റെ മുകളിൽ ഇരുന്ന് കാറ്റ് കൊണ്ടാണ് ഉണങ്ങുന്നത്. കാറ്റ് കൊണ്ട് ഉണങ്ങി കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതിന്റെ ഫിനിഷിംഗ് സ്റ്റേജ് എന്നിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് വീണ്ടും ഇതുപോലെ അട്ടിയിട്ട് വയ്ക്കും. ഇത് ഫിനിഷിംഗ് കഴിഞ്ഞതാണ്. ഇതേപോലെ അട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച നന്നായിട്ട് ഉണങ്ങിയ ശേഷം പിന്നെ നമുക്ക് ചുള്ളയിൽ വെച്ച് ചുട്ടെടുക്കാം. അപ്പോൾ തീർന്നു. അപ്പോഴതിന്റെ പണി കഴിയും. കുറച്ച് വേറെ ഷേപ്പിൽ ഈ ചെറിയ സാധനങ്ങൾ നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്ന ഈ ഇടിഞ്ചൽ മുതൽ കുഞ്ഞു സാധനങ്ങൾ. അപ്പോൾ അതും കൂടെ ഒന്ന്
നല്ല പശയുള്ള മണ്ണാണ്. അതെ അതെ അതെ. അല്ല നന്നായിട്ട് അരച്ച് 2 തവണ അരച്ച് 2 തവണ നന്നായിട്ട് അരച്ച് നന്നായിട്ട് കിട്ടിയാലേ ഈ മണ്ണിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും. സാറിന് ഇത് വയലിലെ മണ്ണാണല്ലേ? വയലിലെ മണ്ണാണ്. വയലിൽ നിന്നാണ് ഈ മണ്ണ്. ഞാൻ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയ ഇടിഞ്ഞിലാണ്. നമ്മൾ കാർത്തിക വിളക്കില്ലേ? കാർത്തിക വിളക്ക്. കാർത്തിക, അതെ. അതിന് നമ്മൾ കൂടുതൽ മണ്ണിട്ടിട്ട് ഓരോന്നായിട്ട് ഇതിൽ നിന്നുണ്ടാക്കും. ഓ അങ്ങനെ. അപ്പോൾ ഇതിൽ നിന്ന് കൂടുതൽ കാർത്തിക വിളക്ക് ഉണ്ടാക്കും? ഇതിൽ കൂടുതലുണ്ടാകും. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ കാർത്തിക വിളക്കാണ്. അല്ല, കംപ്ലീറ്റ് നമ്മുടെ കൈ കൊണ്ടുള്ള. അപ്പോൾ അത്രയും നമ്മുടെ എക്സ്പീരിയൻസ് ഈ വർക്കിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതായത് കുഞ്ഞ് ചെറിയ കാർത്തിക വിളക്കാണ്. ഇനി അതെങ്ങനെ കട്ട് ചെയ്തെടുക്കും? കാർത്തിക വിളക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നിർമ്മിക്കുന്നത് ആദ്യമായിട്ടാണ് അതെല്ലാം കാണുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കാർത്തിക വിളക്ക് നിർമ്മിക്കുന്നത്. അത് അതിന്റെ ഹൈറ്റ് ആണ് നോക്കിയതല്ലേ? അല്ല, അതിന്റെ ഫിനിഷിംഗ് ആണ്. ഫിനിഷിംഗ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കണ്ടില്ലേ? എണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആണ് ഇതിന്റെ കാർത്തിക വിളക്കാണ്. ഓക്കെ. അത് ഇതിൽ തന്നെ സ്റ്റാൻഡുള്ള ഒരു വിളക്കാണ്. സാധാരണ കാർത്തിക വിളക്കാണ്. ഇത് വന്നിട്ട് സ്റ്റാൻഡും കൂടെ ഉള്ള വിളക്കാണ്. സ്റ്റാൻഡ് വിളക്ക്. ഇനി ഇതുപോലെ കട്ട് ചെയ്യും അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ഉണ്ടല്ലേ? ഇത് എന്താ ഏട്ടാ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ ഒരു ഫ്ലവർ പോട്ടാണ്. ഫ്ലവർ പോട്ട് നമ്മൾ ഈ മേശപ്പുറത്തൊക്കെ പിന്നെ ഈ പൂക്കളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ഫ്ലവർ പോട്ട്. ഇത് ഏത് ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വയലിൽ കിടന്ന മണ്ണിനെ എന്തൊക്കെയാ ചെയ്യുന്നത്? അതുകൊണ്ട് ഈ മണ്ണ് റെഡിയാക്കി എടുക്കാൻ തന്നെ നല്ല ജോലിയാണ്. 2 തവണ അരിക്കണം. രണ്ട് തവണ ഇതിൽ മെഷീനിൽ അരച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത്രയും നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നത്. ഒരു 30 വർഷത്തിൽ കൂടുതൽ ഞാൻ ഈ വർക്ക് ചെയ്യാം. ആ ചേട്ടൻ 40 വർഷമായി. ഇത് തുടങ്ങിയപ്പോഴേ ഉള്ള ചേട്ടൻ. അതെ, തുടങ്ങിയപ്പോഴുള്ള ഞാൻ വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. നമ്മൾ ഈ ചൂള പ്രവർത്തിപ്പിക്കുമ്പം ഇവിടെ നിർമ്മാണം കാണത്തില്ല? അന്നേരം ഉണ്ട്. ഉണ്ട്. ഇത് ചെറിയൊരു ഫ്ലവർ പോട്ടാണ്. വെരി ഗുഡ്. ഉണ്ടല്ലേ? കൊള്ളാം ചേട്ടാ. പണ്ടത്തെ ജാർ മോഡൽ. അതെ അതെ അതെ. ഭരണി ഉണ്ടല്ലോ, ആ മോഡലിലുള്ള ഒരു ഫ്ലവർ പോട്ടാണ്. കണ്ടല്ലോ? കണ്ട്. കൊള്ളാമല്ലോ. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഈ ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടാക്കാം. ചെറിയ ചായ കപ്പ്. ഇപ്പൊ മൺകപ്പിലൊക്കെ നമ്മൾ ചായ വലിയ വലിയ ഹോട്ടലിലൊക്കെ മൺകപ്പിലൊക്കെ ചായ കുടിക്കും. അതിനുവേണ്ടി നമുക്ക് ഇവിടെ വന്ന് ഒരു ഓർഡർ തരുന്നു. അല്ല, ഇത് വരുമ്പോ നമ്മളെ ചാനൽ വരുമ്പോ തന്നെ ആളുകൾ കാര്യം മൺപാത്രത്തിലെ വെള്ളവും ചായയൊക്കെ അത് തിരിച്ചു വരണം ജനങ്ങൾ. ശരീരത്തിന് ഒരു ദോഷമില്ലാത്ത നമ്മൾ ഈ മൺപാത്രം. മണ്ണിലെ മൂലകങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അതെ. നമ്മൾ ചായ കുടിക്കുന്ന കപ്പാണ്.
നമുക്കൊരു പൂജയും കൂടെ ഉണ്ടാക്കണേ ചേട്ടാ. ആ പൂജ ഉണ്ടായി. ചായ കപ്പാണ്. ഇതിന് ഒരു പിടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാം. ഇനി ഇതിന്റെ അടിഭാഗത്ത് വെക്കുന്ന ഒരു കപ്പിന്റെ സോസർ ഉണ്ടല്ലോ, കപ്പ് സോസർ, പ്ലേറ്റ് അതും കൂടെ ഉണ്ട്. കൈ ഇങ്ങനെ നാക്കും അത് പരന്നു പോയി. നമ്മൾ ഏത് സാധനമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഇതാക്കി വിടുക. ഇതൊരു കപ്പിൻ്റെ സോസറായി. ഉണ്ടല്ലോ, ഇതാണ് കപ്പ് ആൻഡ് സോസർ. ചേട്ടാ ഇപ്പൊ ഉണ്ടാക്കുന്ന എന്തിനാണ്? ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മൾ ചെറിയൊരു പറയാണ്. പണ്ടത്തെ നെല്ലളക്കുന്ന പറയാണ്. ആ പറ മോഡലിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ചെടിച്ചട്ടി നിർമ്മാണത്തിന് ചേട്ടാ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ ഇപ്പം? പ്രതിസന്ധി ഉണ്ട്. നമുക്ക് ഇപ്പം ഈ കളിമണ്ണ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് സർക്കാരിൻ്റെ ഇതിൽ വന്നിട്ട് ഒരു നിയന്ത്രണം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഭൂമി എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം അത് നമുക്ക് ഈ കളിമണ്ണ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ പിന്നെ പരമ്പരാഗതമായ ഈ മൺപാത്ര നിർമ്മാണം പ്രതിസന്ധിയത്തില്ല. ഇപ്പം എങ്ങനെയാണ് അത് നമ്മൾ ഇപ്പോഴും നമുക്ക് പിന്നെ ഈ വലിയ വില കൊടുത്തൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കളിമണ്ണ് വാങ്ങുന്നത്. അതുകൊണ്ടാണ് ചട്ടികൾക്കും വില. അതെ, അതുകൊണ്ട് നമുക്ക് ചട്ടികൾക്കൊക്കെ ഇപ്പോൾ വിലയും കൂടുതലാണ്. അപ്പോൾ ഈ കളിമണ്ണ് നമുക്ക് കിട്ടിയാൽ മാത്രമേ ഈ പിന്നെ മൺപാത്ര നിർമ്മാണം ഈ മേഖല നിലനിൽക്കും, പുഷ്ടിപ്പെടത്തുള്ളൂ. ഇതിൽ ഒരുപാട് തൊഴിലാളികൾ നമ്മൾ ഈ മേഖലയിലുണ്ട്. അതെ 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 അതെ. ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ ഈ നെയ്യാറ്റിൻകര തൊഴിൽക്കല്ലിൽ തന്നെ ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ ഈ കളിമൺ വ്യവസായത്തിൽ ഏർപ്പെട്ടവർ. ഈ മൺപാത്ര നിർമ്മാണം തൊഴിൽക്കൽ എന്ന് പറയുന്ന കളിമൺ മേഖലയാണ്, നിർമ്മാണ മേഖലയാണ്, കളിമൺ നിർമ്മാണ മേഖലയാണ്. പിന്നെ ചേട്ടാ അപ്പോൾ ഈ വയലിൽ നിന്ന് മണ്ണെടുക്കുന്നതാണ് ഒരു പ്രതിസന്ധി. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അനുഭവപൂർണ്ണമായ എന്തെങ്കിലും ഉണ്ടാവും. അതിന്റെ ഒരു ഇത് നമുക്ക് അനുമതിയൊക്കെ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മേഖല നിലനിൽക്കും. അതെ. പിന്നെ ചേട്ടാ ഇത്രയും മനോഹരമായ ഈ വസ്തുക്കൾ ഉണ്ടാകുകയാണ്. ഈ അവാർഡ് എന്തെങ്കിലും ചേട്ടന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്? എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ്. ഇവിടുത്തെ മൺപാത്രം സ്ഥാപനത്തിൽ ജോലി ചെയ്തതിന് നാഷണൽ അവാർഡ്, രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ച്. വെരി എക്സലന്റ്. 2012-13 ആ വർഷത്തില് ഇവിടുന്ന് ബെസ്റ്റ് ആർട്ടിസാൻ അവാർഡ് ഡൽഹി ചെന്ന്. ഇവിടെ വേറെ ആർക്കെങ്കിലും കിട്ടിയോ? നമുക്ക് ഇവിടെ ഈ സ്ഥാപനത്തിൽ 4 പേർക്ക് കിട്ടി. 4 പേർക്ക് നാഷണൽ അവാർഡ്. ഞാനിവിടെ നിൽക്കുന്നത് ഒരു നാഷണൽ അവാർഡ് വിന്നറിനോടൊപ്പമാണ്. വളരെയധികം അഭിമാനം തോന്നുന്നു ചേട്ടാ. എന്റെ പേര് ശ്രീകുമാർ. ചേട്ടാ എവിടെ താമസം? ഞാൻ എന്റെ താമസം ഇവിടെ അടുത്താണ്. വളരെ സന്തോഷമുണ്ട് ചേട്ടാ. അത് ഇത് കണ്ടാൽ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മൾ ഈ വർക്കാണ് നമ്മൾ ഈ നാഷണൽ അവാർഡിന് എനിക്ക് അത് പരിഗണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പണ്ടത്തെ നമ്മൾ ഈ ഗ്രാമീണ ശീതളം വേണ്ട ഒരു പിന്നെ ഫ്രിഡ്ജ്, നാടൻ ഫ്രിഡ്ജ്, ഈ കളിമണ്ണിൽ നാടൻ ഫ്രിഡ്ജ് ഉണ്ടാക്കി അതിന്റെ അതാണ് അവർ പരിഗണിച്ചത്. ചേട്ടന്റെ അപാരമായ കഴിവ്. ഒരു നാഷണൽ അവാർഡ് വിന്നറോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ചേട്ടാ ഇത് അവാർഡ് കിട്ടേണ്ടതാണ്. അവാർഡ് കിട്ടി. ഇനി അവർ ഈ മെഴുകുതിരി സ്റ്റാൻഡ് ഉണ്ടല്ലോ, മെഴുകുതിരി വെക്കുന്ന ഒരു സ്റ്റാൻഡ്. മെഴുകുതിരി സ്റ്റാൻഡ് നമുക്ക് പല വലിപ്പത്തിലും പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിനകത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിന്റെ ഈ ഉരുവി വരുന്നില്ലേ, അത് വെളിയിൽ വന്നിട്ട് വെളിയിലെ ഇതിൽ അങ്ങനെയാണ്. ഇതാണ് മെഴുകുതിരി സ്റ്റാൻഡ്. നമ്മളിവിടെ 2-3 മോഡലിൽ ചെയ്യുന്നുണ്ട്. അതിലൊരു മോഡലാണ്.
ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്ന ചെടിച്ചട്ടികളാണ് അല്ലേ? ഏറ്റവും കൂടുതൽ നമുക്കിവിടെ സെയിൽ പോകുന്നത് ചെടിച്ചട്ടി. ഇപ്പം വീടുകളിലെ ചെടിച്ചട്ടി ഇല്ലാത്തൊരു വീടില്ല. ഇല്ല, എല്ലായിടത്തും ഉണ്ട്. കറിച്ചട്ടിയൊക്കെ മാറി ഇപ്പൊ ചെടിച്ചട്ടിയാണ്. ഇതാണ് മെഴുകുതിരി സ്റ്റാൻഡ്. ഇതൊക്കെ ഇനി 2 ദിവസം കഴിഞ്ഞ് ഫിനിഷ് ചെയ്യും. രണ്ട് ദിവസം കഴിഞ്ഞ് ഫിനിഷ് ചെയ്യും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ വീണ്ടും 2 ആഴ്ച നന്നായിട്ട് ഉണങ്ങി വെളുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചൂള. പിന്നെ വർക്കില്ല. പിന്നെ അതിന്റെ ചുള്ളിയിൽ വെച്ച് ചുട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ചുവപ്പ് കളറാണ്. അത് കഴിഞ്ഞ് നമുക്ക് സെയിലിന് അങ്ങനെയാണ്. ചേട്ടാ ഇനി നമുക്കൊരു പൂജ ഉണ്ടാക്കാൻ പറ്റുമോ? ശരി, പൂജ ഉണ്ടാക്കാം. ഇനി അടുത്തുണ്ടാക്കാൻ പോകുന്ന പൂജ. എന്തിനായിട്ടാ മാറ്റിയത്? മണ്ണ് മതിയാവും. ഇത്രയും മണ്ണ് ഒരു പൂജ ചെയ്യാം. അതെ. ഒരു പൂജ ചെയ്യുമ്പോൾ എത്ര ഷേപ്പ് ആയതിനു ശേഷമാണ് നമുക്കൊരു പൂജ ഉണ്ടാക്കണം. ഇതുപോലെ ചേട്ടാ നമുക്ക് പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ചേട്ടാ? പ്രതിമ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കാം. എല്ലാം ചേട്ടനത് അറിയാം. അതെ, പ്രതിമ നമ്മളിപ്പോൾ കൂടുതൽ ഞാൻ ചെയ്യുന്നവർക്ക് കൂടുതലും ഈ വീലിലുള്ളൂ. അല്ല, ഈ ചെലവും ഇതാണല്ലോ, ചട്ടിയാണ്. ഇതാണ് കൂടുതൽ നമുക്ക് ചെലവുള്ളത്. ചെടിച്ചട്ടിയാണ് ഇപ്പോഴത്തെ ചെലവ്. ഒരു പൂജ ഉണ്ടാക്കാൻ 5 മിനിറ്റൊക്കെ മതി. 5 മിനിറ്റ് വേണ്ട. പൂജ ഉണ്ടാക്കാൻ ഒരു 7-8 മിനിറ്റ് എടുക്കും. 7-8 മിനിറ്റ് ഒരു പൂജ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും. ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതിന് കുറച്ചുകൂടെ സമയം എടുക്കും. കാര്യം ഇത് ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പ് എല്ലാം അത്രയും ഒതുക്കിയെടുക്കണം. ഈ മണ്ണിന്റെ തിക്നെസ് ഒരു ആവറേജ് ചേട്ടൻ്റെ അറിയാം. ഉദ്ദേശം നമുക്കറിയാം. ഇങ്ങനെ ഇതിന്റെ കഴുത്ത് ഇങ്ങനെ ഒതുക്കിയെടുക്കും. പൂജയിൽ നമ്മൾ തണുത്ത വെള്ളം കുടിക്കുക. അതെ. തണുത്ത വെള്ളത്തിൽ ഒരുപാട് ഔഷധ ഗുണമാണ്. കൂജയിലെ വെള്ളം എടുത്ത് വെച്ച് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും. ഇതിനാണ് അത്രയും സമയം നമ്മൾ ഇതിൻ്റെ ഇത് ഒതുക്കിയെടുക്കണം. അതിന് അത്ര കുറച്ച് സമയം എടുക്കും. ചെടിച്ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് ഇതിൽ ഇത്രയും ഇത്രയും വർക്കുണ്ട്. ഇത് നമ്മൾ ഫിനിഷിങ് ചെയ്യാം. പൂജയുടെ പണി കഴിഞ്ഞു. അപ്പോൾ പൂജ ഉണ്ടാക്കുന്നത് നേരിട്ട് കണ്ട് ആദ്യമായിട്ടാണ്. ഇതെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. കട്ട് ചെയ്തെടുത്ത് പിന്നെ ഇതിനടുത്ത് നമുക്ക് ഇതുപോലെ എടുത്ത് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ പണി ശരി ചേട്ടാ. ചേട്ടനെ കണ്ടതിൽ വളരെയധികം സന്തോഷം. ശരി, ഇനി ഞാൻ ഇവിടെ എടുത്ത് വെച്ചാൽ ഉണ്ടല്ലോ. നമുക്ക്
സമയത്ത് വരികയും എല്ലാ ദിവസവും ജോലിയില്ലേ. ഇതിങ്ങനെ ചട്ടി ഉണ്ടാക്കുന്ന വളരെ ഈസി അല്ലേ.